സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുവിനെ പകയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ലോകത്തിൻ്റെ തത്വം. നാം നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഇതുതന്നെയാണ് കാണുന്നത്. കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ കരുതുവാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതേസമയം പലവിധ കാരണങ്ങൾ കൊണ്ട് ആളുകളെ ശത്രുക്കളായി കാണുകയും അവരോട് പകവെച്ച് പുലർത്തുകയും കഴിയുമെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യരിൽ പ്രകടമായി കാണുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് ഇതിന് നേരെ വിപരീതമായ കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43, 44 എന്നീ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം അവിടെ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതൊരു പുതിയ പ്രമാണമാണ്. ലോകത്തിൻ്റെ പ്രമാണത്തിന് നേരെ വിപരീതമായ ഒരു പ്രമാണമാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നത്. സാധാരണയായി ശത്രുക്കളെ പകയ്ക്കുവാനും മിത്രങ്ങളെ സ്നേഹിക്കുവാനും ലോകം ഉപദേശിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. ഇതെത്ര വലിയ അത്ഭുതകരമായൊരു കാര്യമാണ്. സാധാരണയായി മനുഷ്യർക്ക് ചെയ്യുവാൻ അസാധ്യം എന്ന് തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇത് പറയുമ്പോൾ സാധാരണയായി നാം വിചാരിക്കാറുള്ളത് ലോകത്തിലെ സകല നേതാക്കന്മാരും ഇങ്ങനെയാണ് പ്രസംഗിക്കാറുള്ളത്. എന്നാൽ അതെല്ലാം കേവലം പ്രസംഗങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചത് കേവലം വെറും അധരജൽപ്പനങ്ങളായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത് അവിടുന്ന് ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് എന്നെഴുതിയിരിക്കുന്നു. അതായത് അവിടുന്ന് ചെയ്തതാണ് ഉപദേശിച്ചത്, ഉപദേശിച്ചത് തന്നെ ചെയ്തു. ഇതേ കാര്യം തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരും ചെയ്തതായി നാം വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. അവിടെയും ശിഷ്യന്മാരെങ്ങനെയാണ് ചെയ്തത്? അവർ ഉപദേശിച്ചത് തന്നെ ചെയ്തു, ചെയ്തത് തന്നെ ഉപദേശിച്ചു. എന്താണ് അവർ ഉപദേശിച്ചത്? ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെ. നമുക്കറിയാം, ലോക സമാധാനത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ലോക നേതാക്കന്മാരും കർത്താവായ യേശു ക്രിസ്തു തിരുവായും ഒഴിഞ്ഞതുപോലെ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല. അവരൊക്കെ പറയുന്നത് ശത്രുക്കളെ ഉപദ്രവിക്കുക എന്ന് തന്നെയാണ്. ശത്രു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള കാര്യം എല്ലാ ലോകരാജ്യങ്ങളും ഒരുപോലെ അനുവർത്തിക്കുന്നു. എന്നാൽ അവരൊക്കെയും പറയുന്നത് എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കണം എന്നുമാണ്. ഇതൊരു വിരോധാഭാസമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികൾ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുമ്പോഴും തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കുമ്പോഴും പച്ച മരക്കുരിശിനോട് ചേർത്ത് ആണികൾ അടിക്കുമ്പോഴും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു താൻ ഉപദേശിച്ചത് തന്നെ ചെയ്തു എന്നും ചെയ്തതാണ് അവിടുന്ന് ഉപദേശിച്ചത് എന്നും എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ശത്രുക്കളെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം കാൽവറി ക്രൂശിൽ നാം കാണുകയാണ്. ദൈവത്തോട് ശത്രുക്കളായിരുന്ന സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ അവിടുന്ന് യാഗമായി അർപ്പിക്കപ്പെട്ടു. സ്വയം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ശത്രുക്കളായിരുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് സകലവിധ ദണ്ഡനങ്ങളും അനുഭവിച്ചു. ക്രൂശ് മരണം അവിടുന്ന് അനുഭവിച്ചു. എന്തിനു വേണ്ടി? പാപികളായ മനുഷ്യവർഗത്തെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നതിന് വേണ്ടി. ആ കർത്താവായ യേശു ക്രിസ്തു പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രനായിരുന്നു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർപ്പാൻ അവിടുന്ന് വേഗം വരുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി താങ്കൾ സ്വീകരിക്കുന്നുവെങ്കിൽ പാപക്ഷമ ലഭിച്ച് നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോടുകൂടെ നിത്യത മുഴുവനും വാഴുവാൻ സാധിക്കും. അല്ല എങ്കിൽ താങ്കൾ നിത്യമായ നരകാഗ്നിയിലേക്ക് വിടപ്പെടും. താങ്കളുടെ നിത്യത എവിടെ കഴിക്കും? ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ. ആമേൻ. തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ശത്രുവെ സ്നേഹിച്ചിടുവേ
യേശുവേ സ്നേഹസോപാനമേ